അനിശ്ചിതമായി നീണ്ടുപോകുന്ന വിചാരണ തടവ്, പൂർത്തിയാകാത്ത വിചാരണ, തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്ന കേസുകൾ, ഇതൊക്കെയാണ് NIA കേസിന്റെ പ്രത്യേകതകൾ. എത്രയോ ചെറുപ്പക്കാർ രാജ്യദ്രോഹ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട് ജയിലുകളിൽ കഴിയുന്നു. ഇങ്ങനെ രാജ്യദ്രോഹ കുറ്റങ്ങളുടെ വിചാരണാകാലം നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി നിർണായക ഇടപെടൽ നടത്തിയിരിക്കുന്നത്. രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്ക് പ്രത്യേക കോടതികൾ സജ്ജീകരിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം നടപ്പാക്കിയോ എന്ന് പരിശോധിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നോട്ടീസ് അയക്കാനാണ് പുതിയ തീരുമാനം. പ്രത്യേക കോടതികളിൽ കേസ് വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കി പ്രതികൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന് വിധിയുണ്ടാകണമെന്നതാണ് അതിന്റെ പ്രാഥമിക ലക്ഷ്യം. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾ താൽപര്യം കാട്ടുന്നില്ല എന്ന് നിരവധി പരാതികളുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോടതികൾ സ്ഥാപിക്കുന്നതിലെ പുരോഗതി അറിയിക്കാൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് നോട്ടീസ് അയക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. 17 സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ കേരളവുമുണ്ട്. 10-ൽ കൂടുതൽ NIA കേസുകൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടുമാണ് പ്രത്യേക NIA കോടതികൾ സജ്ജീകരിക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ എന്താണ് NIA കേസുകൾ? എന്തുകൊണ്ടാണ് ഇവരുടെ വിചാരണാകാലം ഇത്ര നീളുന്നത്? പ്രത്യേക കോടതികൾ കൊണ്ട് മാത്രം തീരുന്നതാണോ ഈ പ്രശ്നങ്ങൾ? ഈ ചോദ്യങ്ങൾക്കാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ് ഉത്തരം തേടുന്നത്. വിശദമായി പരിശോധിക്കാം. സെഡിഷൻ അഥവാ രാജ്യദ്രോഹ കുറ്റം എല്ലാവരും കേൾക്കാൻ സാധ്യതയുള്ള ഒരു കുറ്റകൃത്യമാണ്. ഒരു സമയത്ത് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെയെല്ലാം ഈ IPC സെക്ഷനും UAPA ആക്ടിന് കീഴിലുള്ള പ്രത്യേക സെക്ഷനുകളും ചുമത്തുന്ന ഒരു ശീലം തന്നെ ഉണ്ടായിരുന്നു സർക്കാരുകൾക്ക്. IPC പിൻവലിച്ചതോടെ സെഡിഷൻ എന്ന കുറ്റകൃത്യവും സ്വാഭാവികമായും ഇല്ലാതെയായി. പുതിയ ക്രിമിനൽ നിയമമായ BNS-ൽ അതിനേക്കാൾ വിശാലാധികാരമുള്ള മറ്റൊരു സെക്ഷൻ ഉണ്ടെന്നതും ചേർത്തു പറയേണ്ടതുണ്ട്. BNS-ൽ പ്രത്യേക സെക്ഷൻ ഉണ്ടെങ്കിലും UAPA ആക്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ ഇന്ത്യയുടെ പരമാധികാരം, സുരക്ഷ, അഖണ്ഡത എന്നിവയ്ക്ക് ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങളെയാണ് NIA ആക്ടിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അന്വേഷിക്കാൻ സവിശേഷാധികാരമുള്ള കുറ്റകൃത്യങ്ങളാണവ. അത്തരത്തിലുള്ള 10-ൽ കൂടുതൽ NIA കേസുകൾ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടുമായിരുന്നു സ്പെഷ്യൽ കോടതികൾ സജ്ജീകരിക്കാൻ സുപ്രീം കോടതി മുമ്പ് നിർദ്ദേശം നൽകിയിരുന്നത്. ഒരു സംസ്ഥാനത്ത് NIA കേസുകൾ കൂടുന്നതിന് രാഷ്ട്രീയവും സാമൂഹികവുമായ കാരണങ്ങൾ ഉണ്ടാകാം. പലപ്പോഴും ഭരണരാഷ്ട്രീയ താൽപര്യങ്ങളോടെ വ്യക്തികളുടെ വായടപ്പിക്കാനും അടക്കി നിർത്താനും ഈ സംവിധാനത്തെ ഉപയോഗിച്ച സംഭവങ്ങളുമുണ്ട്. അതേസമയം തെറ്റ് ചെയ്ത ഒരുപാട് പേരും കൂട്ടത്തിലുണ്ടാവാം. കണക്കുകൾ പരിശോധിച്ചു തുടങ്ങിയാൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡാറ്റകൾ പ്രകാരം 2014 മുതൽ 23 വരെ 9469 UAPA കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 17,723 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ജമ്മു കശ്മീർ, ഉത്തർപ്രദേശ്, അസം, മണിപ്പൂർ, ജാർഖണ്ഡ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇനി കേരളത്തിലേക്ക് വന്നാൽ ലഭ്യമായ കണക്കുകൾ പ്രകാരം 2016 മുതൽ 2021 വരെ 145 UAPA കേസുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇത് UAPA കേസുകളുടെ മാത്രം കാര്യമാണ്. NIA കേസുകൾ വേറെയും ഒരുപാടുള്ള സാഹചര്യത്തിൽ ഈ കണക്കുകൾ ഇനിയും ഒരുപാട് മാറിയേക്കും. നിരവധി സംസ്ഥാനങ്ങളിൽ NIA കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. വിചാരണാ തടവുകാരായി വലിയൊരു വിഭാഗം മനുഷ്യർ ജയിലുകളിൽ കഴിയുന്നു. അതിൽ തെറ്റ് ചെയ്തവരും ചെയ്യാത്തവരും ഉണ്ടാവും. കോടതി തെറ്റുകാരാണെന്ന് കണ്ടെത്തും വരെ നിയമപരമായി ആരും തെറ്റുകാരല്ലതാനും. അതിവേഗ വിചാരണ ഭരണഘടനാപരമായ അവകാശമാണെന്ന് സുപ്രീം കോടതി പോലും പലതവണ പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു മരീചികയായി തുടരുകയാണ് നമ്മുടെ സംവിധാനത്തിൽ. ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട് ഒരുപാട് ആളുകൾ ഇന്നും വിചാരണ തടവുകാരായി കഴിയുന്നു. ജാമ്യമല്ല ജയിലാണ്, ജാമ്യമാണ് ജയിലല്ല നിയമമെന്ന് സുപ്രീം കോടതി പലതവണ ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ തടവുകാരുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളല്ല സുപ്രീം കോടതിയെ പുതിയ ഇടപെടലിലേക്ക് നയിച്ചത്. NIA കേസുകളുടെ വിചാരണാകാലം നീണ്ടുപോകുന്നത് വിചാരണയുടെ നീതിയെ ബാധിക്കുമെന്നും അതിലൂടെ സാക്ഷികളുടെ സുരക്ഷയ്ക്ക് അത് ഭീഷണിയാകുമെന്നുമായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ. ഈ 2 കാര്യങ്ങളായിരുന്നു ജസ്റ്റിസ് സൂര്യകാന്ത് പങ്കുവച്ചത്. ഇനി ഏതൊക്കെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് 10-ൽ കൂടുതൽ NIA കേസുകൾ നിലനിൽക്കുന്നതെന്ന് പരിശോധിക്കാം. അസം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഡൽഹി, ഗുജറാത്ത്, ജമ്മു കശ്മീർ, ജാർഖണ്ഡ്, കർണാടക, കേരള, മഹാരാഷ്ട്ര, മണിപ്പൂർ, പഞ്ചാബ്, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന എന്നിവയാണവ. ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ NIA കേസുകൾ കെട്ടിക്കിടക്കുന്നത്, 59 കേസുകൾ. മണിപ്പൂരിലാണ് ഏറ്റവും കുറവ് കേസുകൾ വിചാരണ കഴിയാതെ കാത്തിരിക്കുന്നത്, കൃത്യം 10 കേസുകൾ മാത്രം. പല സംസ്ഥാനങ്ങളും സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് സ്പെഷ്യൽ NIA കോടതി ഇതിനോടകം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി സുപ്രീം കോടതിയിൽ അറിയിച്ചു.
ഈ സാഹചര്യത്തിൽ ബാക്കിയുള്ളവരുടെ കൂടി പുരോഗതി അറിയാനായിരുന്നു എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും നോട്ടീസ് അയക്കാൻ കോടതി നിർദ്ദേശിച്ചത്. ഇനി പ്രധാന കാര്യത്തിലേക്ക് വരാം. NIA സ്പെഷ്യൽ കോടതികൾ സജ്ജീകരിക്കുന്നത് കൊണ്ട് മാത്രം തീരുമോ ഈ പ്രശ്നങ്ങൾ? കേസുകളുടെ വിചാരണാകാലം നീണ്ടുപോകുന്നതിൽ നിന്നും സ്പെഷ്യൽ കോടതികൾ സംരക്ഷണം നൽകുമെന്നതിൽ സംശയമില്ല. അതിലൂടെ കുറ്റം ആരോപിക്കപ്പെടുന്നവരുടെ ഒരുപാട് അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നതിലും തർക്കമില്ല. വർഷങ്ങളോളം ജാമ്യം പോലും കിട്ടാതെ കഴിയേണ്ടി വരുന്ന അവസ്ഥ സ്പെഷ്യൽ കോടതികൾ സജ്ജീകരിക്കപ്പെടുന്നതിലൂടെ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഇതെല്ലാം വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോഴും ഈ നിയമങ്ങളുടെ ദുരുപയോഗം അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകരുത്. സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ ജനാധിപത്യ പ്രതിഷേധങ്ങൾ നടത്തുന്നവർക്കെതിരെ ഉപയോഗിക്കാനുള്ളതല്ല NIA UAPA നിയമങ്ങളെന്ന് കോടതികൾ തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. പരിശോധിച്ചു വരുമ്പോൾ വിചാരണാ തടവുകാലം നീളുന്നതും കേസുകൾ കെട്ടിക്കിടക്കുന്നതും നമ്മുടെ രാജ്യത്ത് പുതുതായി സംഭവിച്ച കാര്യമല്ല. NIA കേസുകൾ അല്ലാതെ വേറെയും ഒരുപാട് കേസുകൾ നമ്മുടെ കോടതികളിൽ നിരന്തരം കെട്ടിക്കിടക്കുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ജുഡീഷ്യറി എന്ന സംവിധാനം ഇനിയും വിശാലമാക്കപ്പെടണം. അതിന് ഭാരിച്ച ചിലവുകളും ഉണ്ടാവും. അത് നൽകേണ്ട ബാധ്യത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. അതിൻ്റെ അഭാവം കൂടിയാണ് ഇത്രയും വേഗത കുറഞ്ഞതായി നമ്മുടെ ജുഡീഷ്യൽ സംവിധാനത്തെ മാറ്റുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ സിസ്റ്റം തന്നെയാണ് വിചാരണാകാലം നീളുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണം. കുറ്റം ആരോപിക്കപ്പെട്ട മനുഷ്യർ ജയിലിൽ വിചാരണ തീരുന്ന കാലം നോക്കി കാത്തിരിക്കുന്നത് ശുദ്ധമായ മനുഷ്യാവകാശ ലംഘനമാണ്. ഒരുപക്ഷെ ആ മനുഷ്യർ കുറ്റക്കാരല്ലെന്ന് പിൽക്കാലത്ത് കോടതി കണ്ടെത്തിയെങ്കിൽ അവർ അനുഭവിച്ച മാനസിക, സാമ്പത്തിക, സാമൂഹിക നഷ്ടങ്ങൾക്ക് ആര് മറുപടി പറയും? അത് നഷ്ടപരിഹാരം നൽകേണ്ട ഒന്ന് തന്നെയല്ലേ? ആര് നഷ്ടപരിഹാരം നൽകും? ഇതിനുകൂടി ഉത്തരം ലഭിക്കേണ്ടതുണ്ട്.